സൗദി അറേബ്യയിലെ ഈ ആക്രമണം അത് മറുപടി ഉടൻ എന്ന് ട്രംപ് റിയാദിലെ US എംബസിയിലാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള മറുപടി ഉടൻ എന്നാണ് ഇപ്പോൾ ട്രംപ് വ്യക്തമാക്കിയ ഒരു പശ്ചാത്തലം കൂടി ഉണ്ടാകുന്നത്. അത് ഇറാനിലെ ആക്രമണം US കടുപ്പിക്കുമെന്നുള്ള സൂചനകൾ കൂടി ട്രംപ് നൽകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. പശ്ചിമേഷ്യ ആകെ സംഘർഷം വല്ലാതെ വ്യാപിക്കുന്ന ഒരു രീതിയുണ്ട്. US-ലെ എംബസിക്ക് റിയാദിലെ US എംബസിക്ക് തീപിടിച്ചു എന്നുള്ള സ്ഥിരീകരണം കൂടി സൗദി പ്രതിരോധ വകുപ്പിൻ്റെ പ്രതിരോധ മന്ത്രാലയ വക്താവ് ഇതുമായി ബന്ധപ്പെട്ട് അറിയിച്ച സാഹചര്യമുണ്ട്. പിന്നാലെ റിയാദിലെ നയതന്ത്ര മേഖലയിൽ 2 സ്ഫോടനങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 4 ഡ്രോണുകളെ സൗദി വ്യോമ പ്രതിരോധ സേന വെടിവെച്ചിട്ടു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. റിയാദിലെ എംബസി ആക്രമണത്തിന് ഉടൻ മറുപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് അതുതന്നെയാണ്. സൗദിയിലെ ഇന്നലെ നമ്മൾ കണ്ടതാണ്, അരാംകോയിൽ തീപിടിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. അരാംകോയുടെ എണ്ണ റിഫൈനറിക്ക് അവിടെ പുകപടലങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഇറാൻ നിഷേധിച്ചിട്ടുണ്ട്. തങ്ങൾ അങ്ങേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്ന്. പക്ഷേ ഇത് ഇറാൻ നിഷേധിച്ചിട്ടില്ല. സൗദിയിലെ US-ൻ്റെ വളരെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന മേഖലയായ എംബസിയിൽ ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. എംബസി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിമാനങ്ങൾ വഴിതിരിച്ച് വിടുന്നു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അബുദാബിയിലേക്ക് പോവുകയായിരുന്ന 2 ഇത്തിഹാദ് എയർലൈൻസ് വിമാനങ്ങൾ ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് തിരിച്ചുവിട്ടിട്ടുണ്ട്. ദുബായിലേക്കുള്ള എമിറേറ്റ്സ് വിമാനം മുംബൈയിലേക്ക് തിരികെ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇറാൻ്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ബ്രോഡ്കാസ്റ്റിംഗ് ആസ്ഥാനത്ത് ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ള പുതിയ അപ്ഡേറ്റ്സ് കൂടിയുണ്ട്. ടെഹ്റാനിലെ ആസ്ഥാനത്ത് 2 സ്ഫോടന ശബ്ദങ്ങൾ കേട്ടുവെന്നാണ് ലഭിക്കുന്ന വിവരം. ഇസ്രായേൽ US ആക്രമണങ്ങൾക്കിടയിലും അതേസമയം സംപ്രേഷണം തടസ്സമില്ല നടത്തുന്നുവെന്നാണ് ഇറാൻ അവകാശവാദം ഉന്നയിക്കുന്നത്. അതിപ്പോൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം കൂടി ലഭ്യമാകുന്നുണ്ട്. ഏതായാലും വലിയ തോതിലുള്ള ആക്രമണ സംഭവങ്ങൾ സൗദി അറേബ്യയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ്. പാർവതി, സൗദി കേന്ദ്രീകരിച്ചുള്ള നമുക്കറിയാം ആരാംകോയിൽ ഇന്നലെ ഉണ്ടായ ആക്രമണ സംഭവങ്ങൾ, തുടർന്ന് സൗദിയിലെ എംബസിയിലുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ അമേരിക്കയെ വല്ലാതെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. സംശയമില്ല, തിരിച്ചടി ഉടൻ എന്നാണ് ട്രംപ് പറയുന്നത്. തീർച്ചയായും രഞ്ജിത്ത്, ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു പ്രധാന വിവരം ഇതാണ്. ബഹ്റിനിൽ തുടർച്ചയായി സൈറൻ മുഴങ്ങുന്നു. ജനങ്ങളോട് എല്ലാവരും ഷെൽട്ടറുകളിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അധികൃതർ. ബഹ്റിനിലാണ് അമേരിക്കയുടെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്ത് വേണം ഇത് വളരെ ഗൗരവമായി നമ്മൾ കാണേണ്ടത് കൂടിയാണ്. ബഹ്റിനിൽ തുടർച്ചയായി സൈറൻ മുഴങ്ങുന്നു. ജനങ്ങൾ ഷെൽട്ടറുകളിലേക്ക് മാറാൻ അധികൃതർ ഔദ്യോഗികമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ബഹ്റിൻ കലുഷിതമായിരുന്നത് നമ്മൾക്കറിയുന്ന കാര്യമാണ്. US പ്രസിഡന്റ് JD വാൻസിന്റെ പ്രതികരണവും ഇതിനിടയിൽ വന്നിട്ടുണ്ട്. ഇറാനിൽ ഭരണമാറ്റം അനിവാര്യമെന്നാണ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ റിയാദിലെ അമേരിക്കൻ എംബസിയിലുണ്ടായ ഡ്രോൺ ആക്രമണം അതീവ ഗൗരവത്തോടെയാണ് അമേരിക്ക കാണുന്നത്. തങ്ങളുടെ ജനതയ്ക്ക് മേൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഒരുപക്ഷെ ഇപ്പോൾ കാണുന്നൊരു സാഹചര്യമായിരിക്കില്ല ഇനി നേരിടേണ്ടി വരികയെന്നും ഉള്ള മുന്നറിയിപ്പും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ദുബായിലെ അമേരിക്കൻ സേനയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായി ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സും അറിയിച്ചിട്ടുണ്ട്. കുവൈറ്റിലെ അരിഫ്ജാൻ ബേസിൽ ഡ്രോൺ ആക്രമണം നടത്തിയതായാണ് IRGC അവകാശപ്പെട്ടത്. യുദ്ധവിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്ന 18 വിമാനങ്ങൾ കൂടി അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായി ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യുദ്ധവിമാനങ്ങൾക്കും മറ്റ് സൈനിക വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യാതെ തന്നെ ഇന്ധനം വിതരണം ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം വിമാനങ്ങൾ. ഇന്ധനം നിറയ്ക്കുന്ന വിമാനത്തോടൊപ്പം തന്നെ യുദ്ധവിമാനങ്ങളും ഉണ്ടായിരുന്നതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എത്ര യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചു എന്ന കാര്യം വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ 18 ഇന്ധനം നിറയ്ക്കുന്ന 18 വിമാനങ്ങൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതേസമയം അമേരിക്കൻ ജനതയോട് കഴിഞ്ഞ ദിവസം ട്രംപ് നിലവിലെ യുദ്ധ സാഹചര്യങ്ങൾ കൂടി വിശദീകരിച്ചിരുന്നു. ട്രംപ് പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ് വൈറ്റ് ഹൗസിൽ നടന്ന ചടങ്ങിൽ കൂടിയാണ് ഇറാനെ ആക്രമിക്കാനുള്ള തന്റെ തീരുമാനത്തെക്കുറിച്ച് ട്രംപ് വ്യക്തമാക്കിയത്. അതിന്റെ ലക്ഷ്യങ്ങളെക്കുറിച്ചും ട്രംപ് ജനങ്ങളോട് വിശദീകരിച്ചു. ഇറാന്റെ മിസൈൽ ശേഷി ഇല്ലാതാക്കുക, പുതിയവ നിർമ്മിക്കാനുള്ള ശേഷി നശിപ്പിക്കുക, ഇറാനിയൻ നാവികസേനയെ ഉന്മൂലനം ചെയ്യുക, ടെഹ്റാന് ആണവായുധം സ്വന്തമാക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കുക, അതിർത്തിക്ക് പുറത്ത് ഒരു ഫണ്ട് ഗ്രൂപ്പ് ആയുധം നൽകാൻ കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് താൻ ഈ യുദ്ധത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അപ്പോഴും പാർവതി, ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള നീക്കവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. യുദ്ധം ദീർഘകാലം തുടരുമെന്നാണ്
ട്രംപ് വ്യക്തമാക്കുന്നത്. ട്രംപ് പറയുന്നത് 2 ആഴ്ച മുതൽ 4 ആഴ്ച വരെ യുദ്ധവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ നീണ്ടു നിന്നേക്കാം. പക്ഷേ ഇറാൻ ഒരു തരത്തിൽ പോലും ഇതുവരെ പുറകോട്ട് പോകുന്ന പശ്ചാത്തലമില്ല. അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടായിട്ടും അവരുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇപ്പോൾ ടെഹ്റാനിലെ നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് ടെഹ്റാനിലെ ദേശീയ മീഡിയയുടെ ആസ്ഥാനത്ത് പോലും വലിയ അക്രമ സംഭവങ്ങൾ, ഇസ്രായേലിൻ്റെ ബോംബിംഗ് നടക്കുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയും ഇത്രയധികം ടെഹ്റാൻ ഏതാണ്ട് ഇല്ലാതായിട്ടും ടെഹ്റാനുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവ് ന്യൂസുകൾ വരാതിരുന്നിട്ടും ഇപ്പോൾ ഇറാൻ പുറകോട്ട് പോകുന്നില്ല. അമേരിക്ക ആക്രമണം കടുപ്പിക്കുന്നു. ഒരു തരത്തിലും സമാധാന ശ്രമങ്ങളില്ല. ഗൾഫ് രാജ്യങ്ങളടക്കം ആക്രമണം കടുപ്പിക്കുന്നു. സൗദി പോലെയുള്ള മേഖലകളിലൊക്കെ ഇത്തരത്തിലുള്ള ആക്രമണ സംഭവങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് ചെറിയ കാര്യമല്ല, ഗൗരവമേറെയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ മറ്റു മേഖലകളിൽ ഇപ്പോൾ നേരത്തെ പാർവതി പറഞ്ഞ പോലെ ദുബായിൽ അതുപോലെയുള്ള GCC രാജ്യങ്ങളിലൊക്കെ ജനങ്ങൾ ഭീതിയിലാണ് ഇപ്പോഴും. അതിന് ഒരു ശമനം വരുന്നില്ല എന്നുള്ളതാണല്ലോ പ്രധാനം. ശരിയാണ് രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ യുദ്ധ സാഹചര്യം ഇതിനൊരു അയവ് വരുത്താൻ, ഈ സംഘർഷത്തിനൊരു അയവ് വരുത്താൻ മധ്യസ്ഥത വഹിക്കാൻ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ ഇത് എത്രത്തോളം അമേരിക്ക അടക്കം എത്രത്തോളം ഉൾക്കൊള്ളുമെന്നുള്ള കാര്യം വ്യക്തമല്ല. ടെഹ്റാനിലെ ചരിത്രപ്രസിദ്ധമായ ഗൊലസ്താൻ കൊട്ടാരത്തിന് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളൊരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയുടെ ലോക പൈതൃക സൈറ്റായി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കൊട്ടാരം കൂടിയാണിത്. ഈ ഒരു ചരിത്ര സ്മാരകത്തിനാണ് ഇപ്പോൾ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുള്ളത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാഖിലെ കുർദിഷ് നേതാക്കളുമായും ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു എന്ന റിപ്പോർട്ടും പുറത്തുവരുന്നു. മസൂദ് ബരാസാനി, ബഫേൽ തലബാനി എന്നിവരുമായാണ് US പ്രസിഡന്റ് സംസാരിച്ചത്. ഇറാൻ അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലയിൽ ആയിരക്കണക്കിന് സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. അവരുടെ നിലപാട് യുദ്ധം തുടർന്നാൽ നിർണായകമാണ്. അതാണ് ഇവരുമായി ആശയവിനിമയത്തിനുള്ള കാരണം. സിറിയ, ഇറാഖ്, ഇറാൻ എന്നിവിടങ്ങളിലെ കുർദുകളുമായി ഇസ്രായേലിന് പതിറ്റാണ്ടുകളായി അടുത്ത സുരക്ഷാ സൈനിക ബന്ധമുണ്ട്. ഒപ്പം രഹസ്യാന്വേഷണ ബന്ധവും ഈ രാജ്യങ്ങളുമായി ഇസ്രായേലിനുണ്ട്. അത് തന്നെയാണ് തങ്ങൾക്ക് ഇവരിൽ നിന്ന് സഹായം അല്ലെങ്കിൽ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് കുർദിഷ് നേതാക്കളുമായി ട്രംപ് സംസാരിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ടെഹ്റാനിൽ അർദ്ധരാത്രി മുതൽ തുടർച്ചയായ സ്ഫോടന പരമ്പരകൾ ഉണ്ടായതായും റിപ്പോർട്ട് വരുന്നുണ്ട്. IRIB സ്റ്റേറ്റ് ടെലിവിഷൻ സമുച്ചയം ലക്ഷ്യമിട്ട് ആക്രമണം നടന്നിരിക്കുന്നു. ഇറാന്റെ എക്സ്പീഡിയൻസി കൗൺസിലിന്റെ കെട്ടിടത്തിലാണ് ആക്രമണമുണ്ടായത്. പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ ഒന്നുകൂടിയാണിതെന്ന് വേണം മനസ്സിലാക്കാൻ. കരാച്ച്, കോം എന്നിവയുൾപ്പെടെയുള്ള മറ്റ് നഗരങ്ങളിലും കനത്ത ബോംബാക്രമണം നടന്നു. പിന്നെ ആശ്വാസകരമായ മറ്റൊരു കാര്യമുണ്ട്. ഗൾഫ് മേഖലയിലെ ആളുകൾ, നമുക്കറിയാം ലക്ഷക്കണക്കിന് മലയാളികൾ അടക്കമുള്ള ഒരു ഈ മേഖലയിലുണ്ട്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർ വരെ ഉണ്ട്. അവരെല്ലാം നമ്മൾക്ക് ഓരോ ദിവസവും ആശങ്ക